അന്യഗ്രഹ ജീവികളെ പറ്റിയുള്ള അഭ്യൂഹങ്ങളും നിരീക്ഷണ പരീക്ഷണങ്ങളും കാലാകാലങ്ങളായി നടക്കുന്ന ഒന്നാണ്. ഏറ്റവും പുതിയതായി അന്യഗ്രഹ ജീവികൾ ഭൂമിയെ സംരക്ഷിക്കുന്നുണ്ടെന്നും ഭൂമിയുടെ പ്രതിരോധത്തിനായുള്ളതാണ് അജ്ഞാത പേടകങ്ങൾ എന്നുമുള്ള ഐറിഷ് സ്വദേശിയുടെ സിദ്ധാന്തത്തെ താൻ പിന്താങ്ങുന്നെന്നും പ്രശസ്ത ഗവേഷകൻ ഡോക്ടർ ഗാരി നോളൻ പറയുന്നു. പ്രശസ്തമായ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ പ്രൊഫസറാണ് ഡോക്ടർ ഗാരി നോളൻ. അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ എത്തിയിട്ടുണ്ടെന്നതിൽ തനിക്ക് 100% ഉറപ്പുണ്ടെന്ന് ഗാരി നോളൻ പറയുന്നു. US സർക്കാരിന് വേണ്ടി അജ്ഞാത പേടകങ്ങൾ സംബന്ധിച്ച മേഖലയിൽ ഗാരി ഗവേഷണം നടത്തിയിട്ടുണ്ട്. ഒരിക്കൽ നോബൽ പ്രൈസിന് അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ വർഷം US ഒരു മാധ്യമമാണ് പാട്രിക് ജാക്സൺ എന്ന ഐറിഷ് വംശജനെ പറ്റിയുള്ള ലേഖനം പ്രസിദ്ധീകരിച്ചത്. 20 വർഷത്തോളം UFOകളെ പറ്റി അമച്വറായി പഠനം നടത്തിയിട്ടുള്ള ആളാണ് പാട്രിക്. പാട്രിക്കിൻ്റെ സിദ്ധാന്തം ഇങ്ങനെയാണ്: ഗോളരൂപത്തിലുള്ള അജ്ഞാത പേടകങ്ങൾ അന്യഗ്രഹ ജീവികളുടേതാണ്. ഇവ മനുഷ്യർക്ക് സംരക്ഷണം നൽകുന്നു. പ്ലാനറ്ററി ഡിഫൻസ് അഥവാ ഭൂമിയുടെ സംരക്ഷണമാണ് ഈ പേടകങ്ങളുടെ പ്രധാന ദൗത്യം. UFOകളെ കണ്ടെത്തിയെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയ പല ഫോട്ടോകളിലും ഗോളരൂപത്തിൽ ആകാശ വസ്തുക്കളെ കണ്ടെത്തിയത് പാട്രിക് ചൂണ്ടിക്കാട്ടുന്നു. ഐറിഷ് വംശജനാണെങ്കിലും ബ്രിട്ടനിലെ കേംബ്രിഡ്ജിലാണ് പാട്രിക്കിൻ്റെ താമസം. പാട്രിക്കുമായി ഗാരി 1 വർഷമായി സമ്പർക്കം പുലർത്തുന്നുണ്ട്. 1 വർഷമായി സംസാരിച്ചതിനെ തുടർന്നാണ് പാട്രിക് പറയുന്ന സിദ്ധാന്തത്തിൽ കഴമ്പുണ്ടെന്ന് തനിക്ക് തോന്നിയതെന്ന് ഗാരി പറയുന്നു. സ്ഫടികരൂപത്തിലുള്ള പേടകങ്ങൾ ദീർഘകാലയളവുകളിലെ ചിത്രങ്ങളിൽ കാണാം. ഇവ കാണിക്കുന്നത് ഈ പേടകങ്ങൾ നിർമ്മിച്ചവർ ഇത് കൃത്യമായി നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ്. പലതിനും മനുഷ്യരുണ്ടാക്കിയ ആകാശവാഹനങ്ങളെക്കാൾ വ്യത്യസ്തമായ പറക്കൽ രീതികളാണ്. പൊടുന്നനെ വേഗം കൂടുന്നവയും പെട്ടെന്ന് പൊങ്ങുന്നവയുമൊക്കെ ഇക്കൂട്ടത്തിലുണ്ട്. അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ പ്രാചീന കാലങ്ങൾ മുതൽ വരുന്നുണ്ടെന്നും ഭൂമിയെ അവ സംരക്ഷിക്കുന്നുണ്ടെന്നുമൊക്കെ ദീർഘനാളുകളായി ഗൂഢ സിദ്ധാന്തങ്ങളുണ്ട്. അടുത്തിടെ ഹാർവാർഡ് ഗവേഷകർ ഒരു പഠനം പുറത്തിറക്കിയിരുന്നു. അന്യഗ്രഹ ജീവികൾ മനുഷ്യർക്കിടയിൽ തന്നെ താമസിക്കുന്നുണ്ടെന്ന സാധ്യത വിലയിരുത്തിയുള്ള ആ പഠനം വിവാദമാവുകയും ലോകശ്രദ്ധ നേടുകയും ചെയ്തു.